ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 1 മുതൽ 7 വരെയുള്ള ഒരാഴ്ചക്കാലത്ത് 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദൈവാധീനകാരകനായിട്ടുള്ള വ്യാഴൻ, ശനി, എല്ലാവർക്കും ഭയമുള്ള ഗ്രഹമായിട്ടുള്ള ശനി, പിന്നീട് രാഹുകേതുക്കൾ. ഈ രാഹുകേതുക്കൾക്ക് ശനിവത് രാഹു കുജവത് കേതു എന്ന് പറഞ്ഞൊരു പ്രമാണമുണ്ട്. അപ്പോൾ ഈ രാഹു എന്ന് പറയുന്നത് ശനിയെപ്പോലാണ്, കേതു എന്ന് പറയുന്നത് ചൊവ്വയെ പോലെയാണ് എന്നുള്ളൊരു പ്രമാണമുണ്ട്. അങ്ങനെ ഈ 4 ഗ്രഹങ്ങളും, പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളും രാശി മാറുന്നതുകൊണ്ട് 12 രാശിക്കാർക്കും ജീവിതത്തിൽ വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസമുണ്ടാകും എന്നുള്ളതാണ് വരുന്ന 12 മാസങ്ങളുടെ പ്രത്യേകത. ഈ 12 മാസം ഉള്ളതുകൊണ്ട് ആദ്യമേ തന്നെ ഈ ഫലത്തിൽ വലിയ മാറ്റങ്ങൾ വരില്ല. അത് ക്രമേണ അത് മാറ്റങ്ങൾ വരുന്നു. മാത്രമല്ല ചൊവ്വയുടെ മാറ്റങ്ങൾ, പിന്നെ ശുക്രൻ്റെ മാറ്റം, ബുധൻ്റെ രാശി മാറൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതാനുഭവങ്ങൾ വ്യക്തമാകുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ വ്യാഴൻ മാറി നല്ല സ്ഥാനത്ത് വന്നു ഉടനെ തന്നെ നല്ല ഫലം വരുമല്ലോ എന്ന് പ്രതീക്ഷിക്കരുത്. അത് സമയമെടുക്കും. എന്നാൽ ജാതകത്തിൽ വളരെ ഭാഗ്യമുള്ള വ്യാഴൻ, അതായത് സ്വക്ഷേത്ര ബലവാൻ, ഉച്ചരാശിസ്ഥിതനാണ്, ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു, പഞ്ചമസ്ഥാനത്ത് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ജാതകത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ കൂടി നോക്കണം. ദശാഭാരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. 50% അവിടെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി പരിശോധിച്ച് വേണം ഫലങ്ങളിലെ ആ കൃത്യത സ്വയം നിശ്ചയിക്കുവാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുള്ള 12 മാസങ്ങളാണ് ഇനി വരുന്നത്. ഈ മാറ്റങ്ങൾ കൊണ്ട് ഒരു കാര്യം ഓർത്തിരിക്കുക. അനുകൂലമായിട്ട് ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഫലങ്ങളിൽ അല്പം ഒരു കുറവ് വരാനും, പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതേ രാശിക്കാർക്ക് പ്രതികൂല ഫലങ്ങൾ, ആ ഫീൽഡിലുള്ള പ്രതികൂല ഫലങ്ങൾ അല്പം ഒന്ന് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബാലൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഏതാണ്ട് എല്ലാ രാശിക്കാർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വർഷം, അല്ലെങ്കിൽ 12 മാസങ്ങളാണ് ഇനി വരുന്നത് എന്നറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. പരിഹാരങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ട് അനുഷ്ഠിക്കുക. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വൈകാരികമായിട്ട് ചില ടെൻഷൻസൊക്കെ ഇങ്ങനെ വന്നു പോകുന്ന ഒരു കാലമാണ്. അത് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. കാരണം 7ര ശനി വന്നു. 7ര ശനിയുടെ ചില സൂചനകൾ ആദ്യമേ അത് നൽകും എന്നുള്ളതാണ്. അല്പം ഒരു ടെൻഷൻസും, അതായത് മാനസികമായിട്ടുള്ള ടെൻഷൻ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അങ്ങോട്ട് നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ വരാം. കുടുംബത്തിനകത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസമോ മാനസികമായിട്ട് ചെറിയ അകൽച്ചയോ ഒക്കെ വരാം. പക്ഷെ അതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സാമ്പത്തിക രംഗത്ത് ഉയർച്ച തന്നെയാണ് കാണുന്നത്. മെച്ചമായിട്ടുള്ള സാലറി ഉള്ള ഒരു ജോബ് ലഭിക്കുവാൻ ഉള്ള ഭാഗ്യമുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക്, ഇപ്പോൾ ജോലിയുള്ളവർക്ക് അല്പം ഒരു സാലറി ഇൻക്രീസ് അല്ലെങ്കിൽ അരിയേഴ്സൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്ത സമയമാണ് എന്നുള്ള കാര്യം അറിയുക. പരിഹാരമായിട്ട് ഈ രാശിനാഥനായിട്ടുള്ള ചൊവ്വയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്ക് ചൊവ്വാഴ്ച പുഷ്പാഞ്ജലി നടത്തുക. വണങ്ങിയാൽ ധാരാളം മതിയാകുന്നതാണ്. ചൊവ്വയുടെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക, അല്ലെങ്കിൽ ഭദ്രാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങും. പ്രത്യേകിച്ച് ഈ രാശിയിൽ അല്പം ബാധ്യതയൊക്കെ ഉള്ളവർക്ക്, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉള്ളവർക്ക് അത് നീങ്ങുവാനായിട്ട് ഈ പ്രാർത്ഥന പ്രത്യേകം സഹായിക്കും. പിന്നെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനും ഇത് പ്രത്യേകം സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം.
ചില അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ വന്നു ചേരുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തുള്ളവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ കെട്ടിക്കിടക്ക് സ്റ്റാഗ്നേഷൻ എന്ന് പറയുമല്ലോ, ആ സ്റ്റാഗ്നേഷൻ അല്പം മാറുന്നതായി അനുഭവപ്പെടും. അതായത് കുറച്ച് സെയിൽസൊക്കെ വർദ്ധിക്കുവാനും അല്പം പണം കയ്യിൽ വന്നു ചേരുവാനുമുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഈ പണം വരുമെങ്കിലും അത് മറ്റൊരു വഴിക്ക് അങ്ങോട്ട് ചിലവായി പോകും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അധിക ചിലവ് വരുന്ന ഒരു കാലമാണ്. എന്നാൽ മെച്ചമായിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കുവാനുള്ള, ഹയർ എഡ്യൂക്കേഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. വിവാഹ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ വിവാഹകാലം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം വരാം എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. കുറേ കാലമായിട്ട് വിവാഹമൊക്കെ തടസ്സപ്പെട്ടിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളുക. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നും ഗ്രഹസ്ഥിതിയിൽ സൂചനയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളുക. പല കാര്യങ്ങളിലും നമുക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതായി അനുഭവപ്പെടും. പല കാര്യങ്ങളും ആരംഭിക്കുവാൻ, വീട് പണിയോ അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാകാത്തതൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ഗണപതി പ്രീതിയാണ് ഏറ്റവും ആവശ്യം. അടുത്ത ക്ഷേത്രത്തിൽ മാസം തോറും ജന്മനാളിന് ഒരു ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് നല്ലതാണ്. ദിവസവും ഗണപതിയെ വണങ്ങുന്നത് കൊണ്ട് തടസ്സങ്ങൾ പൂർണ്ണമായും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ചിലവേറിയിരിക്കുന്ന ഒരു വാരമാണ്. അവിചാരിതമായിട്ടുള്ള ചിലവുകൾ വരാം. ചെറിയ മെയിൻ്റനൻസ് എക്സ്പെൻഡിച്ചർ, വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വരാം. അതുപോലെ തന്നെ വാഹനത്തിന് ചിലവ് ഒക്കെ വരുന്നത് കൊണ്ട് അധിക പണച്ചെലവ് സൂചനയിലുണ്ട് എന്നുള്ള കാര്യം അറിയുക. അല്പം പണം മാറ്റിവെക്കുന്നത് നല്ലതാണ്. ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കുവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതെന്തായാലും നിയന്ത്രിക്കണം. അത്യാവശ്യത്തിന് ചിലപ്പോൾ പണം തികയാത്തൊരവസ്ഥ വരാം എന്നുള്ളതുകൊണ്ട് അല്പം പണം മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ പറ്റിയ സമയമല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പാർട്ട്നേഴ്സിനെ പുതിയതായിട്ട് സ്വീകരിക്കുന്നതും അത്ര അഭികാമ്യമല്ല എന്നുള്ള കാര്യം അറിയുക. ചില ക്വാർട്ടേഴ്സിൽ നിന്ന് അത് പാർട്ട്നേഴ്സാകാം, ചില വേണ്ടപ്പെട്ടവരാകാം. അവരിൽ നിന്നൊക്കെ ചെറിയ പ്രയാസങ്ങൾ നേരിടുവാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നുള്ളതുകൊണ്ട് വൈഷ്ണവമായിട്ടുള്ള പ്രീതി വരുത്തുന്നത് നന്നായിരിക്കും. ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ജപിക്കുക. സ്ഫുരൽ സഹസ്രാര ശിഖാതിതീവ്രം സുദർശനം ഭാസ്കര കോടിതുല്യം സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണു ചക്രം സദാഹം ശരണം പ്രപദ്യേ എന്നുള്ള ആ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും ഭഗവാൻ നീക്കിത്തരും. സുദർശനം കൂടെ ഉണ്ടാവും എല്ലാ തടസ്സങ്ങളും നീക്കുവാനായിട്ട്. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുന്നതായി അനുഭവപ്പെടും എന്നുള്ളതാണ്. അധിക ചിലവ് വരും. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് കഴിഞ്ഞ വാരത്തിലും ഉണ്ടായിരുന്നിരിക്കാം. ഈ വാരവും അത് തുടരുവാനാണ് സാധ്യത. പക്ഷെ പണം ധാരാളം വരും എന്നുള്ളതാണ്. പണം വരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഈ അധിക ചിലവ് അത്ര അനുഭവേദ്യമായി എന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്യില്ല എന്ന് സാരം. മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി വന്നു ചേരുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ചറിയുക. ദൂരദേശത്ത് നിന്ന് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു കോൾ അല്ലെങ്കിൽ വാർത്ത ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. അതുപോലെ വസ്തുവിൻ്റെ സെയിൽസ് ഒക്കെ നടക്കുവാനുള്ള ഭാഗ്യം കാണുന്നു. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള യോഗമുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്ന ഒരു വാരമായതുകൊണ്ട് വിവാഹം നന്നായിട്ട് പ്രാർത്ഥിച്ച് നടക്കുവാനായി നമ്മൾ ക്ഷേത്ര സന്നിധിയിൽ ഒരു പുഷ്പാർച്ചന നടത്തുക. അത് ശിവപാർവതി ക്ഷേത്രത്തിലായാൽ ഏറെ നല്ലത് എന്നുള്ള കാര്യവും അറിഞ്ഞോളൂ. ഈ രാശിനാഥനായിട്ടുള്ള ചന്ദ്രനെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വണങ്ങുന്നതുകൊണ്ട് വളരെ കാലമായിട്ട് നമുക്കുണ്ടായിരുന്ന ഒരാഗ്രഹമെങ്കിലും നടന്നു കിട്ടുവാനുള്ള യോഗവും ഈ വാരം വന്നു ചേരും എന്നറിയുക. എന്നാൽ ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും ഈ വാരം ഒഴിവാക്കേണ്ടതാണ്. സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അല്പമൊന്ന് കുറയുന്നതായി അനുഭവപ്പെടും. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ വിവാഹ ആലോചനകൾ വരുമെങ്കിലും
അല്ല ചേർച്ചക്കുറവോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുന്നതുകൊണ്ട് വീണ്ടും കാര്യങ്ങൾ തടസ്സപ്പെടുന്നില്ലേ എന്ന് തോന്നാം. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല, കാര്യങ്ങൾ അനുകൂലമായി വന്നോളൂ. ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുവാനുള്ള യോഗമുണ്ട്. പുതിയൊരു ബിസിനസ് ആരംഭിക്കുവാനുള്ള ഒരു താല്പര്യം വന്നു ചേരുന്ന കാലവുമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൂരദേശ യാത്രയൊക്കെ പ്രായമായവർ കഴിയുന്നതും കുറയ്ക്കുക. പുറത്തുനിന്നുള്ള ആഹാരവും കുറച്ചോളൂ. പുതിയ മെഡിസിൻസൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിചാരിതമായിട്ട് ചില അലർജിക് കണ്ടീഷൻസും സ്കിൻ ട്രബിൾസും ഒക്കെ വരാനുള്ള സാധ്യതയും വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങളും അതുകൂടാണ്ട് സൽപ്പേരിന് പ്രയാസം വരാതെ സ്വയം രക്ഷിക്കേണ്ട ഒരു കാലവുമാണ്. പ്രത്യേകിച്ച് ഹൈ പൊസിഷൻസിലൊക്കെ ഇരിക്കുന്നവർ ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ശനിപ്രീതി വരുത്തുക. എല്ലാ പ്രയാസങ്ങളും നീക്കിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിയാഴ്ച പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ശനിയുടെ സ്തോത്രം ഭക്തിപൂർവ്വം ദിവസവും കിഴക്ക് ദർശനമായി ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്യരാശി ഉത്തര അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം. ചില കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ആരംഭിച്ചു തുടങ്ങിയോ എന്നുള്ളൊരു സംശയം തോന്നും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ, ഇപ്പോൾ ഒരാളോടൊരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു, അതങ്ങോട്ട് നടക്കുന്നില്ല, എന്താ അദ്ദേഹം നമ്മളെ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ തോന്നാം. അതുപോലെ വിവാഹ കാര്യങ്ങളിലും ഏതാണ്ട് നിശ്ചയത്തോട് അടുത്ത് വന്നതിന് ശേഷം എന്തോ ഒരു അവിചാരിതമായിട്ടുള്ള തടസ്സം വന്നതായി അനുഭവപ്പെടാം. പലപ്പോഴും സംസാരം വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു വാരമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ സംസാരം അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ കോൺസിക്വൻസസ് വരണം എന്നില്ല. ഒരു പക്ഷേ നമ്മൾ നിഷ്കളങ്കമായിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് ആ രീതിയിലുള്ളൊരു പ്രതികരണം അവിടുന്ന് വരണം എന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. അതുകൊണ്ട് പെരുമാറ്റത്തിലും സംസാരത്തിലും ഒരു നിയന്ത്രണം വേണം. ഓഫീസിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് പെട്ടെന്ന് ജോലി മാറാം എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകാം. തൽക്കാലം അതിനൊന്നും പുറപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു ജോലി മാറിയാൽ പുതിയ ജോലി പ്രതീക്ഷിക്കുന്ന ജോലി കിട്ടണമെന്നില്ല. ഇനി കിട്ടിയാൽ തന്നെ അവിടെ ചില പ്രയാസങ്ങൾ, ഇപ്പോഴുള്ളതിനേക്കാൾ പ്രയാസങ്ങൾ ഉദയം ചെയ്യാം. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുടെ സൂചനയും ഈ വാരം കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയ. ഈ പ്രയാസങ്ങൾ നീക്കുവാനായി ശിവക്ഷേത്രത്തിൽ ജന്മനാളിന് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ജന്മനാളിന് 108 കലശം ജലധാര ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചിലയിടത്ത് 108 ആയിരിക്കും പറയുന്നത്, ചിലയിടത്ത് ജലധാര മാത്രമേ കാണുള്ളൂ. അപ്പോൾ അത് അനുഷ്ഠിക്കുക. ദിവസവും ഓം ഹ്രീം നമ ശിവായ ഭക്തിപൂർവ്വം ജപിക്കുക 108 പ്രാവശ്യം. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 3/4 ഭാഗം. സാമ്പത്തികമായി അല്പം മെച്ചപ്പെടുന്നതിൻ്റെ സൂചനകൾ ലഭിക്കും എന്നുള്ളതാണ്. അല്പം പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ദൂരെ യാത്രകളുണ്ടാകാം. യാത്ര കൊണ്ട് നേട്ടങ്ങൾ വരാനുള്ള യോഗമുണ്ട്. അവിചാരിതമായിട്ടുള്ള ഒരു പരിചയം ജീവിതത്തിൽ നേട്ടങ്ങൾ നൽകാം. അതുപോലെ നമുക്ക് നല്ല കോൺടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കോൺടാക്ട്സ് ഉപയോഗിക്കേണ്ട കാലമാണ് അല്ലെങ്കിൽ വാരമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. പുതിയ ബിസിനസ് ആരംഭിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ വീട് പണി ആരംഭിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകും. അതിലൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള പുരോഗതി വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ വരുവാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് സ്വയം തോന്നുന്ന ഒരു കാലം ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. അനുകൂലമായിട്ടുള്ള ചില ഫലസൂചനകൾ വിവാഹ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും സൂചനയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ രാശിനാഥനായിട്ടുള്ള ശുക്രനെ പ്രത്യേകം പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ച വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം നടത്തിയ ദിവസവും മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. കുടുംബത്തിന് പൊതുവെ ഒരു പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും. സന്തോഷമായിരിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ 1/4 ഭാഗം, അനിഴം തൃക്കേട്ട. ചില തടസ്സങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നതായി അനുഭവപ്പെടുന്നുള്ളതാണ്. ഉദാഹരണത്തിന് ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വരണമെന്നില്ല. ഒരു ട്രാൻസ്ഫർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വരണമെന്നില്ല. എന്നാൽ
ഭാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ച വ്യാഴൻ ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ അനുഭവപ്പെടും എന്നുള്ളതാണ്. വ്യാഴൻ ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അവിചാരിതമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് വരാം. അത് അനുകൂലമായിരിക്കുകയും ചെയ്യും. അനുകൂലം അതായത് വീടിനടുത്തേക്ക് കിട്ടുക, അല്ലെങ്കിൽ പ്രമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫർ, ഇങ്ങനെയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും ആലോചനകൾ വരുന്നത് കൊണ്ട് മനസ്സിനൊരു സന്തോഷമുണ്ടാകും. ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു, വിവാഹാലോചനകൾ ചേരുന്നതൊന്നും വരുന്നില്ല എന്നുള്ളത്, അതിലൊരു മാറ്റമുണ്ടാകും. ചേരുന്ന രീതിയിലുള്ള വിവാഹാലോചനകൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഹയർ എഡ്യൂക്കേഷനുള്ള യോഗം കാണുന്നു. അത് പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ ലൈക്ക് MBBS, BTech അല്ലെങ്കിൽ MBA, MD, DM ഇങ്ങനെയുള്ള കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള യോഗം ഈ വാരം കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ബിസിനസ്സിലൊരു ദിശാബോധം വരും എന്നുള്ളതാണ്. ഒരു എയിം വരും, അതിനുവേണ്ടി ശ്രമിക്കാനുള്ളൊരു താല്പര്യം വരും. പുതിയ ഒരു ഊർജ്ജസ്വലത വരുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിൽ പൊതുവെ ഒരു വാം അറ്റ്മോസ്ഫിയർ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു. എന്നാൽ അധിക പണച്ചെലവുണ്ടാകാൻ സാധ്യത ഏറെയാണ്. സാമ്പത്തികമായി മെച്ചമാകുവാനായിട്ട് മഹാലക്ഷ്മി അഷ്ടകം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നുള്ളതാണ്. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യമുണ്ട്. പഴയ സൗഹൃദങ്ങൾ ശരിക്കും ഒന്നുകൂടി ഒന്ന് വാമപ്പ് ചെയ്യാൻ തോന്നും എന്നുള്ളതാണ്. പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ എന്ത് എന്ന് തോന്നും. അത് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്ന ഒരു വാരമാണ്. വിവാഹ കാര്യങ്ങളിലൊരു താല്പര്യം വരും. ചിലർക്കൊക്കെ കുറച്ച് കാലമായിട്ട് വിവാഹ കാര്യങ്ങളിലൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ രാശിയിൽ ജനിച്ചവർക്ക്, ധനുരാശിയിൽ, അതിലൊക്കെ ഒരു താല്പര്യം വരും. പ്രണയിക്കുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഒരു പ്രണയമൊക്കെ വരാനുള്ള ആ ഏജ് ഗ്രൂപ്പിലും ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കുമാണ്. എല്ലാവർക്കും അങ്ങനെ പ്രണയം വരുന്നുള്ളതല്ല. ആ ഏജ് ഗ്രൂപ്പിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തവർക്ക് പെട്ടെന്നൊരു സൗഹൃദം വരാം. അതിപ്പോൾ പ്രണയം തന്നെ ആവണമെന്നില്ല, ഒരു സൗഹൃദം വരാം. ആ സൗഹൃദം മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാക്കുവാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. ബിസിനസ്സിലും പുരോഗതി ദൃശ്യമാകും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. നഷ്ടത്തിലായിരുന്ന ബിസിനസ്സൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുവാനും റിജുവേനേറ്റ് ചെയ്യാനും ഒക്കെയുള്ള താല്പര്യം വരും. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ, ചിട്ടിയൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വരുന്നുള്ളതാണ്. തീർത്ഥാടനത്തിനുള്ള ഭാഗ്യമുണ്ട്. ആ യാത്രയിൽ തന്നെ പുതിയ പരിചയങ്ങൾ വരാം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ അതിലൂടെയും വരാം. ആഭരണം, വസ്ത്രത്തിനൊക്കെ പണം ചെലവാക്കുന്ന ഒരു കാലമാണ്. കുടുംബത്തിൽ വിദ്യാർത്ഥികൾക്കും ഉയർച്ച വരാനുള്ള യോഗമുണ്ട് അറിയുക. പൊതുവെയുള്ള തടസ്സങ്ങൾ നീക്കുവാനായി ശനിപ്രീതി വരുത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിയാഴ്ച വണങ്ങുക. 3 ദിവസമെങ്കിലും ഒരാഴ്ചയിൽ ശനിയെ വണങ്ങുന്നത് നല്ലതാണ്. ശനി സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. മകരം രാശി ഉത്രാട അവസാനത്തെ 1/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ ഒരു സന്തോഷം നൽകുന്ന ഒരു വാരമാണ്. ഇപ്പോൾ ലാൻഡ് ട്രാൻസാക്ഷൻസൊക്കെ നടക്കും എന്നുള്ളൊരു തോന്നൽ വരും. അവിചാരിതമായിട്ട് പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ അവിചാരിതമായിട്ട് ചെലവും വരുന്ന ഒരു വാരമാണ്. അതായത് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം, അതിനുവേണ്ടി പണം ചെലവാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം, വീട് പണിക്ക് അധിക ചെലവ് വരിക, വീട്ടിലോ അല്ലെങ്കിൽ വാഹനത്തിനോ അവിചാരിതമായിട്ടുള്ള ചെറിയ റിപ്പയറൊക്കെ വരുന്നതുകൊണ്ട് അതിന് പണം ചെലവാക്കേണ്ട സാഹചര്യം വരിക. എന്നാൽ അതുകൊണ്ട് ഒരു പ്രയാസവും ഉണ്ടാവില്ല. ധാരാളം പണം വരാനുള്ള ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ചറിയാം. അതുകൊണ്ട് ഇതൊന്നും തന്നെ അധിക പണച്ചെലവൊന്നും തന്നെ നമ്മൾ അങ്ങോട്ട് നോട്ടീസ് ചെയ്യണമെന്നില്ല. അങ്ങനെ ആ പണം പോയല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരില്ല. കാരണം പണം ഉണ്ടാവും. എന്നാൽ ഈ രാശിയിലെ ബാധ്യതയുള്ളവർക്ക്, പഴയ കടവും ലോണും ഒക്കെ ഉള്ളവർക്ക് അല്പം ഒരു ടെൻഷൻ വരാം. ആ ടെൻഷനൊക്കെ നീക്കുവാനായി വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. മഹാലക്ഷ്മി സ്തോത്രം കൂടി ജപിച്ചോളൂ ദിവസവും. അപ്പോഴേക്കും അധിക ചെലവ് വരുന്ന സാഹചര്യവും അങ്ങോട്ട് ഒഴിവായി കിട്ടും. മനസ്സിന് പൊതുവെ ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവം ഈ ജപം കൊണ്ട് തന്നെ ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യവും വിവാഹകാര്യത്തിൽ പുരോഗതിയും ദൃശ്യമാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും ഹയർ എഡ്യൂക്കേഷനും ഈ വാരം പ്രതീക്ഷിക്കാം. സന്തോഷമായിരിക്കാം.
കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ അനുകൂലമായിട്ടുള്ള ചില ഫലങ്ങൾ ദൃശ്യമാകും. ബിസിനസ്സിൽ പുരോഗതി വരാം. പുതിയൊരു ബിസിനസ് രംഗത്തേക്ക് പ്രവേശിക്കുവാനുള്ള താല്പര്യമുണ്ടാകും എന്നുള്ളതാണ്. ഹൈ കോൺടാക്ട്സ് ഉള്ളവർക്ക് ആ കോൺടാക്ട്സ് ഉപയോഗിക്കാൻ കഴിയും. അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ജീവിതത്തിലുണ്ടായിരുന്ന ഒരു പ്രയാസമെങ്കിലും പെട്ടെന്ന് മാറുന്നതായി അനുഭവപ്പെടും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങൾ അല്പമൊന്ന് കുറയുന്നതായിട്ട് അനുഭവപ്പെടും. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഫലിച്ചു തുടങ്ങിയതായിട്ട് അനുഭവപ്പെടും. പൊതുവെ അനുഭവപ്പെട്ടിരുന്ന ടെൻഷൻസിന് ഒരു റിഡക്ഷൻ, ഒരു കുറവ് അനുഭവപ്പെടും. എന്നാലും അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, അങ്ങനെ ചെറിയ ചില പ്രയാസങ്ങളൊക്കെ വരും. ഉറക്കത്തിൽ ചെറിയ ഡിസ്റ്റർബൻസ്, ഇൻറ്റസ്റ്റൈനലായി വയറ് സംബന്ധമായിട്ടുള്ള ചെറിയ അസുഖങ്ങൾ ഒക്കെ തുടരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ധന്വന്തരി സ്തോത്രം ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുക. ധന്വന്തരി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ഒന്ന് ദർശനം നടത്തുന്നത് നല്ലതാണ്. അവിടെ പുഷ്പാഞ്ജലി വ്യാഴാഴ്ചകളിൽ കഴിപ്പിക്കുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ജീവിതത്തിൽ പൊതുവെ ഒരു ഉയർച്ച ദൃശ്യമാകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകും എന്നുള്ളതുകൊണ്ട് ഊർജ്ജസ്വലത വർദ്ധിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. സന്തോഷമായിരിക്കും. മീനം രാശി പുരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പൊതുവേ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള യോഗമുണ്ട് എന്നുള്ളതാണ്. വിവാഹം, അല്ലെങ്കിൽ സന്തതിയുടെ ജനനം, അപ്രതീക്ഷിതമായിട്ട് സന്തതിക്ക് ഉയർച്ച, പുതിയ ജോലി, സന്തതിക്ക് ബെറ്റർ സാലറി കിട്ടുന്ന ഒരു ജോലിയിലേക്കുള്ള മാറ്റം, അല്ലെങ്കിൽ സന്തതിക്ക് പരീക്ഷാ വിജയമുണ്ടാകുക, അതിലെന്തെങ്കിലും സ്കോളർഷിപ്പോ അങ്ങനെയുള്ള നേട്ടങ്ങൾ വരിക. ഈ രാശിയിൽ ജനിച്ചവർക്ക് വിദേശ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ദൂരദേശ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വളരെ അകലെ ജോലിയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പൊതുവെ ഒരു ഊർജ്ജസ്വലത അനുഭവപ്പെടും. വീട് പണിയെക്കുറിച്ച് ചിന്തിക്കും. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ക്വാർട്ടേഴ്സൊക്കെ ലഭിക്കുവാനോ, അല്ലെങ്കിൽ പുതിയ വീട് പണിക്കുള്ള താല്പര്യമോ, അവരുടെ ജീവിതത്തിൽ സാരമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഈ രാശിയിൽ ജനിച്ചവരുടെ സന്തതിയുടെ ജീവിതത്തിൽ സാരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരാം. ഈ രാശിയിൽ ജനിച്ചവർക്കും വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട്. ജാതകത്തിൽ ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷം, അങ്ങനെ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള പരിഹാരം കൂടി അനുഷ്ഠിക്കുക. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള യോഗമുണ്ട്. പുതിയ വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ പ്ലാനിങ്ങോ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ വന്നു ചേരുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പൊതുവെ നേട്ടങ്ങളാണ് ഈ വാരം കാണുന്നത് എന്നുള്ളതുകൊണ്ട് തടസ്സങ്ങൾ നീക്കുവാനായി വ്യാഴപ്രീതി വരുത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അവിടെ ദർശനം നടത്തിയാലും ധാരാളം മതിയാകുന്നതാണ്. വ്യാഴൻ്റെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചുകൊള്ളുക. വ്യാഴമന്ത്രം ജപിക്കുന്നതും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുത്ത മെയിൽസിന് ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുന്നതാണ് സൗജന്യമായിട്ട്. അതിലൂടെ പരിഹാരവും ലഭിക്കും. മെയിലിൽ കംപ്ലീറ്റ് നെയിം ഉണ്ടായിരിക്കണം, എവിടെ നിന്നാണ് മെയിൽ അയക്കുന്നത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. പിന്നെ എന്തിനെക്കുറിച്ചാണ് അറിയേണ്ടത്? വിവാഹമാണോ? പലരും എഴുതുന്ന പൊതുവെയുള്ള ഫലം. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന് എല്ലാത്തിനും നല്ല സമയം ആർക്കും വരില്ല. ഇപ്പോൾ വിവാഹത്തിന് നല്ല സമയമാണെങ്കിൽ സാമ്പത്തികമായിട്ട് അത്ര നല്ല സമയമാകണമെന്നില്ല. സാമ്പത്തികമായിട്ട് നല്ല സമയമാകുമ്പോൾ ആരോഗ്യപരമായിട്ട് നല്ല സമയമാകണമെന്നില്ല. അപ്പോൾ ഏത് കാര്യമാണ് അറിയേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചന ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള കത്തുകളാണ് പൊതുവെ തിരഞ്ഞെടുക്കുന്നത്. വ്യക്തമായിട്ടുള്ള കത്തുകളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. അതിലൂടെ കേരളത്തിന് പുറത്തുള്ള കത്തുകൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം പലരും പറയുന്നുണ്ട് കേരളത്തിന് പുറത്ത് ജ്യോത്സ്യന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഇനി കിട്ടിയാൽ തന്നെയും വളരെ വലിയ ചിലവാണെന്ന് പലരും പറയുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു ചിലവിൻ്റെ 10-50 ഇരട്ടി അവിടെ ഫീസുണ്ട് നല്ല ജ്യോത്സ്യന്മാർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള കത്തുകൾക്കും ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ മെയില് മിസ്സസ് മീനു ഫ്രാൻസിസ്, ജോർജിയ, US നിന്നാണ്. തുലാം രാശി എന്ന് പറഞ്ഞിട്ടുണ്ട്. തുലാം രാശിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യ നക്ഷത്രമാണ് കേട്ടോ. ഡിവോഴ്സിയാണ്.
ഇംഗ്ലീഷിലാണ്. ഐ തിങ്ക് യു ഫോളോ മലയാളം. എനിവേ ഐ വിൽ ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ബാങ്കിങ് സെക്ടറിലാണ് യു എസിൽ. ഐ എം വെരി വെൽ പെയ്ഡ്. ഐ ഹാവ് നോ ചൈൽഡ്. ഐ എം എ ഡിവോഴ്സി. നൗ ഐ എം എൻ ഇമോഷണൽ wreck എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് am I to do? I feel very lonely. Am I to get married again? First marriage was a total failure, and so is it advisable to get married? Now, for the time being, you are running a better period. In your job also, there might be a promotion or better salary might come, some salary arrears or cash through some source is also indicated, and better experiences in the emotional friend is also indicated. You are likely to get introduced to a wonderful person of your choice, and marriage is also likely in the next 9 months. Your marriage is likely within the next 9 months, and you are likely to get, you are running a very good period now, transit-wise, and in your basic horoscope also, you are running a very good period. A strong Shukra is there to support you now. The period has just started, and sub-period has just started, and so you are likely to get married very soon, and it might be your own choice. You might meet, as I have told you, somebody of your dreams probably. So such an excellent period you are running. So be happy. Don't think about the past, and concentrate on the present and march forward. You are going to have a nice time. Be happy and confident. മിസ്സസ് റിജി ഫൽഗുനൻ. മിസ്സസ് റിജി ഫൽഗുനൻ പുനല്ലൂരിൽ നിന്നാണ്. മകൾ എംടെക് ആണ്. മകം നക്ഷത്രം, 29 വയസ്സ്, വിവാഹം. 7 ശനി ഉണ്ട്. അതാണ് വിവാഹം വൈകുന്നത് എന്നുള്ള കാര്യം. ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ അല്പ പാപത്വമുണ്ട്. പാപത്വമുള്ള പുരുഷജാതകം മാത്രമേ ചേരുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. വൈകിയാലും നല്ല വിവാഹം തന്നെ ലഭിക്കും. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് സൗന്ദര്യവും നല്ല ജോലിയും ഒരുപക്ഷെ കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെയും, കാരണം ബുധനുമുണ്ട്, അപ്പോൾ കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ ഹി മൈറ്റ് ബി എ സിംഗർ ഓർ എ പെയിൻറ്റർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അപ്പാർട്ട് ഫ്രം ഹിസ് റെഗുലർ ജോബ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ലഭിക്കുവാനും സന്തോഷകരമായിട്ടുള്ള ജീവിതം ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. ബി കോൺഫിഡൻറ്റ് ആൻഡ് ഹാപ്പി. മിസ്റ്റർ ചാരു ദത്തൻ, വാടാനാം കുറിശി, 44 വയസ്സ്, BCom. Partly ഇംഗ്ലീഷിലാണ്. I was in Bombay. My star is Aniram Nakshatram. I'm an artist basically, and I concentrate on drawing and painting. Is there any rise in this field? You have mentioned that financially you are sound and you have some properties there at Vadanam Kurushi, and so you'll be managing that property. Probably it is farming or something like that. That's also mentioned. Agriculture is what you have mentioned. Yes, you will come up very well in that particular field. Basically, you are artistic. You are very imaginative, very dreamy. You are very well planned, but you have to be careful in one aspect. You are not very practical. So you have to be very careful. Aniram Nakshatram is better period definitely. And why did you come from Bombay? That's not mentioned. Anyway, you are going to have a very nice time, and regarding drawing and painting, you can continue with that hobby of yours, or rather your career of yours. You are going to come up very well, especially after 2 years. That is during 2027-28, you will become very well established, and probably you might be getting a lot of income from that particular field. So be happy and march ahead. Next mail, Miss Rini Narayanan, Puradam Nakshatram, 31 years, ചൊവ്വാദോഷമുണ്ടോ മാരേജ് എന്നുള്ളതാണ്. ചൊവ്വാദോഷം ലഗ്നാലയിൽ ചൊവ്വയുണ്ട്, സ്വക്ഷേത്ര ബലവാനാണ്. അതുകൊണ്ട് വലിയ ചൊവ്വ ദോഷം അതിൽ വിധിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ചൊവ്വാദോഷം വലുതായിട്ട് അതിൽ വിധിക്കേണ്ടതില്ല. അതുകൊണ്ട് ചെറിയ ദോഷമുള്ള ചൊവ്വ, ഇതുപോലെ ദോഷമുള്ള ഒരു ചൊവ്വയുള്ള പുരുഷനെ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വിവാഹകാലമാണ്. ഇറ്റ്സ് എ വെരി ബ്രൈറ്റ് പീരീഡ് ഫോർ മാരേജ്. അതുകൊണ്ട് ഇപ്പോൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ പരിചയമുള്ള വ്യക്തിയെ ലഭിക്കാനുള്ള ഭാഗ്യവും ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരു പ്ലാനറ്ററി കോമ്പിനേഷൻ ഉണ്ട്. യു മൈറ്റ് മീറ്റ് സംബഡി ആൻഡ് പ്രോബബ്ലി ഓൾറെഡി അറിയാമെന്നുള്ളൊരു വ്യക്തിയായിരിക്കാം.
അങ്ങനെ വിവാഹം നിശ്ചയിക്കാനും നടക്കാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി എ വെരി ഹാപ്പി മാരേജ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ദിവസവും ശിവപാർവതി സ്തോത്രം ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. ഈ പ്രോഗ്രാമിൽ മെയിൽ അയക്കാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവയുണ്ടായിരിക്കണം. തിരഞ്ഞെടുത്ത മെയിൽസിന് ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുവാൻ ശ്രമിക്കാം. കംപ്ലീറ്റ് നെയിമും സ്ഥലപ്പേരും ഉണ്ടായിരിക്കണം. അതും ഒരു എസെൻഷ്യൽ റിക്വയർമെൻറ്റാണ് ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുവാനായിട്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ വാരം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.